ഇപ്പൊ എനിക്കെതിരെ ഒരു പോക്സോ കേസ് വന്ന സമൂഹം എങ്ങനെയായിരിക്കും അത് കാണുന്നുണ്ടാവുക? ഞാൻ സെക്സിനെ പറ്റി മാസ്റ്റർബേഷനെ പറ്റിയിട്ടൊക്കെ ഇത്രയും ഓപ്പൺ ആയിട്ട് സംസാരിക്കുമ്പോൾ കണ്ടിട്ട് തറവാട്ടി പറഞ്ഞ പെണ്ണാണ് തോന്നുന്നത്. തറവാട് എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട വെറുതെ. അവിടെ നെറ്റിൽ എഴുതി വെച്ചിരിക്കല്ലേ പഴയെന്ന്. ലൈംഗികപരമായി പോക്സോ കേസ് കൊടുക്കുന്നതാണ് പറഞ്ഞ് പേടിപ്പിച്ചത്. പോക്സോ എന്ന് പറയുന്നത് അതാണല്ലോ. അതായത് ഞാൻ കുട്ടികളുടെ മുന്നിൽ നഗ്ന വീഡിയോ കോൾ വിളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടിയേ. ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ തുണി പൊക്കി കാണിക്കും. ഞാൻ ഇപ്പൊ വെടിയാണെന്നോ നിങ്ങൾ പറയുന്നുണ്ട്, ഒന്ന് ആലോചിച്ചോക്കണം. പേര് പോലെ തന്നെ കണ്ട ആളൊരു ബോംബാ. കളിയാക്കാതെ, ബോംബൊന്നുമല്ല, അത്രയ്ക്കൊന്നുമില്ല. പിന്നെ വെടിയാ? വെടിവെച്ചാൻ കോവിൽ എവിടെയോ വെച്ച് കണ്ടതുപോലെ ഒരു ഓർമ്മ എനിക്കുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, നഗ്ന വീഡിയോ കോൾ വിളിക്കാൻ, അത് ഞാനൊക്കെ ഇഷ്ടംപോലെ നന്നായിട്ട് എന്താ പറയാ അല്ലോ. എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാ തോന്നുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തമാശയൊക്കെ വേണ്ടേ? എനിക്ക് രാവിലെ എണീറ്റ് കുളിച്ച് ട്യൂഷന് പോയി, അവിടുന്ന് നേരെ BEd കോളേജിൽ പോയി പഠിച്ച് രാത്രി 8 മണിക്ക് വന്നിട്ട് വീണ്ടും BEdന്റെ എല്ലാ വർക്കും എഴുതിട്ട് അങ്ങനെ ജോലി ചെയ്ത് ജീവിച്ച ഒരാളെ നിങ്ങൾ വേണ്ടിന്ന് പറയരുത്. My God, sentimental and psychological move. ജീവിതം അങ്ങനെ കഷ്ടപ്പെട്ട ജീവിച്ചത്. ഞാൻ ഒരു മുന്നിൽ കരഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങൾ എല്ലാവരും എന്നെ വെടിയെന്നാ വിളിക്കുന്നത്. ഞാൻ അത്രയ്ക്ക് കഷ്ടപ്പെട്ട് ഞാൻ എന്റെ ജീവിതം അങ്ങനെ കഷ്ടപ്പെട്ട ജീവിച്ചത്. ഞാൻ ഒരു മുന്നിൽ കരഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങൾ എല്ലാവരും എന്നെ വെടിയെന്നാ വിളിക്കുന്നത്. ഞാൻ എത്ര കഷ്ടപ്പെട്ട ജീവിതം. നമുക്ക് എന്താ എനിക്ക് ലൈംഗിക അതിക്രമങ്ങൾ ബസ്സിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്റെ ഒരാൾ ഇവിടെ പ്രൈവറ്റ് പാർട്ടി കയറി പിടിച്ചിട്ട് അങ്ങനെ ഇറങ്ങിപ്പോയി. അടുത്തൊരു സീറ്റ് ഉണ്ട്, വാ മോളെ ഇരിക്ക് എന്ന് പറഞ്ഞിട്ട് അവിടെ കയറിട്ട് അയാൾ എന്റെ കുറേ നേരം സംസാരിച്ചു. അയാൾ ഇറങ്ങുന്ന വരെ അയാൾ സംസാരിച്ചിട്ട് ഇറങ്ങാൻ നേരത്ത് ഇപ്പുറത്തുനിന്നാ ഇവിടെ ഞാൻ ഇറങ്ങിപ്പോകുമ്പോൾ അയാൾ ഓൺ ദ സ്പോട്ട് ചന്തി പിടിച്ചു. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? അതിന് ഇടയ്ക്ക് ഞാൻ എന്റെ ബന്ധു വീട്ടിൽ പോയി. ഞാനും എന്റെ അമ്മയും കൂടെ ബന്ധു വീട്ടിൽ പോയി. അപ്പൊ ഒരാൾ ബ്രസ്റ്റ് കയറി പിടിച്ചിട്ട് അങ്ങ് ഇറങ്ങിപ്പോയി. കുമാര തള്ളല്ല, സത്യമായിട്ടും പറയാ. അപ്പം നമ്മളെ അങ്ങനെ എന്തിനാ ഇവര് ഈ വെടിയെന്ന് പറയുന്നത്? അപ്പം അത് ഭയങ്കര മോശം, അങ്ങനെ പറയാൻ പാടില്ല. ഞാൻ അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിച്ച ഒരാളാ. ഈ കള്ളം പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഒക്കെ ഒരു ടെക്നിക്ക് വേണം. ശരി സാർ, അതാദ്യം പഠിക്കണം നീ കേട്ടാ. മോശമായിട്ട് പോവാത്തൊരു സ്ത്രീയെ പറ്റിട്ടൊക്കെ നിങ്ങൾ ഇങ്ങനെ എന്നോട് ദേഷ്യം ചോദിച്ചാൽ അങ്ങനെയൊന്നും പറയരുത്. പാവം, അയാൾ കരഞ്ഞുകൊണ്ടാ പോകുന്നത്. അവൻ കരയണം, എന്നാലേ അവനൊക്കെ പഠിക്കൂ. ഞാൻ പോയി വരട്ടെ മക്കളെ. 2-ാം തീയതി വരാം. ഏത് മാസം? എല്ലാ മാസവും 2-ാം തീയതി ഉണ്ടല്ലോ.